അങ്ങനെ നമ്മുടെ ദേവി ഉദയഭാനുവിനോട് പറയുന്നുണ്ട്, അച്ഛൻ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. അച്ഛൻ ആ പൈസ എടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത്. അച്ഛൻ കാരണം പാവം ആ മാമൻ കൂടി വെറുതെ കള്ളനാന്നുള്ള പേര് കേൾക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് ഉദയഭാനു ഒന്നും ചെയ്തിട്ടില്ലാത്ത പോലെ ഇല്ല മോളെ എന്നൊക്കെ പറയുന്നത്. അപ്പോഴേക്കും ആരോ വാതിൽ തട്ടുണ്ട്. നമ്മുടെ ഉദയഭാനു ശ്രീകാലി നമ്മുടെ ദേവിയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അവർ പോയി വാതിൽ തുറക്കാൻ പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാല ദേവിയോട് വന്ന് പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഉദയഭാനാണെങ്കിൽ പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തിയുടെ കല്യാണം എങ്ങനെയെങ്കിലുമൊക്കെ നടത്തണ്ടേ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് ഒന്ന് കേൾക്ക് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നമുക്ക് ഈ കല്യാണം നടത്തിയേ പറ്റൂ, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് നീ അനുസരിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ ശ്രീകല അടുക്കളയിൽ പോയിട്ട് ചായ എടുത്ത് കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ദേവിയെ കാണാനില്ല. ദേവിക്ക് ഇവരുടെ ചീത്തി ഇതൊക്കെ കേട്ടിട്ട് മതിയായിട്ട് അവൾ അവിടുന്ന് പെട്ടെന്ന് മുങ്ങുണ്ട് നമ്മുടെ ദേവമംഗലത്തേക്ക്. ശ്രീകല വന്നിട്ട് ഉദയഭാനോട് പറയുന്നത്, ദേവി അവിടെ കാണാനില്ല, അവൾ എവിടെ പോയിനൊന്നും അറിയില്ല എന്ന് പറയുന്നത്. എന്തായാലും രണ്ടാളും വീട് മൊത്തം തപ്പണുണ്ട്, എവിടെയും നമ്മുടെ ദേവീനെ കിട്ടണില്ല, ദേവീനെ കാണാനില്ല. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.